നമസ്കാരം. ശിവഗണ നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ, പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ശിവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാകുന്നു. ആദ്യം ആരെല്ലാമാണ് ശിവഗണത്തിൽ വരുന്ന ആ നക്ഷത്രക്കാർ എന്ന് മനസ്സിലാക്കാം. കാർത്തിക, പൂരം, ഉത്രം, മകം, ഭരണി, ആയില്യം, ഉത്രാടം, തിരുവാതിര എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇവരാണ് ശിവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. എന്താണ് ഇവരുടെ ആ പ്രത്യേകതകൾ എന്നുകൂടി മനസ്സിലാക്കാം. ജീവിതത്തിൽ പലപ്പോഴും പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരുന്ന ജീവിതമാണ് ഇവർക്കുള്ളത്. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ആ പരീക്ഷണങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് അഥവാ പ്രതിരോധിച്ച് ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ്. ജനിക്കുമ്പോഴേ സമ്പത്തിലേക്ക് എത്തിപ്പെടണം എന്നില്ല. എന്നാൽ വായിൽ സ്വർണക്കരണ്ടിയായി ജനിച്ചാലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് നേരിട്ടുകൊണ്ടേ ഇരിക്കേണ്ടതായി വരും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് എപ്പോഴും യോജിപ്പ് ഉണ്ടാകണം എന്നില്ല. എല്ലാവരും പറയുന്നതായ കാര്യങ്ങൾ അതിവർ അനുകൂലമാകണം എന്നില്ല. അത് സ്വന്തം കുടുംബത്തിലാണ് എങ്കിലും അവർക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ അതവർ പ്രകടമാക്കുക തന്നെ ചെയ്യും. അതിനാൽ മറ്റുള്ളവർക്കിടയിൽ നോട്ടപ്പുള്ളികളായി മാറുന്നവരാണ് ഇവർ. എല്ലാ കാര്യങ്ങളും ശരിവച്ച് അവർ പറയുന്നതായ കാര്യങ്ങൾ എല്ലാം ശരി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരല്ല ഇവർ. അതിനാൽ ഇവർക്ക് ശത്രുക്കൾ വന്നു ചേരാം. അത് ഇവർ പോലും അറിയണമെന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും പലരും ശത്രുത മനോഭാവം വച്ച് പുലർത്തുന്നു എന്നതാണ് വാസ്തവം. അത് മനസ്സിലാക്കുവാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാതെയും വരാം. ചെറിയ കാര്യങ്ങൾക്ക് പലപ്പോഴും പിണക്കം ഉണ്ടാകണം എന്നില്ല. അത്തരത്തിൽ പിണങ്ങുന്നവരല്ല ശിവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അത് തക്കതായ കാര്യത്തിൽ പിണങ്ങുകയാണ് എങ്കിൽ പിന്നീട് ഇവർ ഇണങ്ങുവാൻ വളരെ പ്രയാസമാണ് എന്നതാണ് വാസ്തവം. മാത്രമല്ല ആ പിണക്കം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും, മറക്കില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവർ മറന്നാലും അത് ഇവരുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ അതിൽ പൂർണ്ണത എത്തിക്കുവാൻ, പൂർണ്ണത കൈവരിക്കുവാൻ ഇവർ ശ്രമിക്കും. അല്ലാതെ മനസമാധാനം ഇവർക്ക് ലഭിക്കില്ല എന്നതാണ് വാസ്തവം. മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ, ഉറങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതല്ല. മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് ശിവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. ഇവർ വ്യത്യസ്തമായി ചിന്തിക്കും. അഭിപ്രായങ്ങൾ പലരും മുഖവിലയ്ക്ക് എടുക്കില്ല എന്നതാണ് വാസ്തവം. അവർ പറയുന്നതായ കാര്യങ്ങൾ പലപ്പോഴും പലരും ചെവി കൊടുക്കുന്നില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ കാലം അത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കും. ശിവഗണക്കാർ പറഞ്ഞത് സത്യമായിരുന്നു എന്നും അവർ പറഞ്ഞതുപോലെ അന്നേ ദിവസം അല്ലെങ്കിൽ ആ കാര്യം ചെയ്തിരുന്നു എങ്കിൽ അത് അനുകൂലമായാനേ എന്ന് ചിന്തിക്കും. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടാകും. പലർക്കും അതിനുശേഷമാണ് അത് മനസ്സിലാവുക. ഇവർ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ അത് സത്യമാണ് എന്ന് സമർത്ഥിക്കാൻ ഇവർ ഏതറ്റം വരെയും പോകും. അതിൽ യാതൊരുവിധ മടിയും സങ്കോചവും ഇല്ലാത്തവരാണ് ശിവഗണക്കാർ. ആർക്കു മുൻപിലാണ് എങ്കിലും അവർ അത് വിട്ടുകൊടുക്കില്ല എന്നതാണ് വാസ്തവം. ഒരു മടിയും ആ കാര്യത്തിൽ ഇവർക്കില്ല. നേതൃപാടവമുള്ളവരാണ് ഇവർ. അതിനാൽ മറ്റുള്ളവർക്ക് മുൻപിൽ നിന്നും കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നാലാളുകൾക്ക് മുൻപിൽ തിളങ്ങുന്നവരാണ് ഇവർ. വാക്ചാതുര്യം എടുത്ത് പറയേണ്ടതായ ഒരു പ്രത്യേകതയാണ്. ഇവരെ ഒരിക്കലും കബളിപ്പിക്കാം അല്ലെങ്കിൽ പറ്റിക്കാം എന്ന ചിന്ത മറ്റുള്ളവർ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം അത് നടക്കില്ല എന്നതാണ് വാസ്തവം. പറ്റിക്കാൻ വരുന്നവർ ഇവർക്ക് മുൻപിൽ അടിയറവ് പറയും. എന്നാൽ സ്നേഹത്തിന് മുൻപിൽ തോറ്റു കൊടുക്കുന്നവർ കൂടിയാണ് ഇവർ. ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യവും എടുത്തു നോക്കിയാൽ അതിൽ ഇവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് വാസ്തവം. സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരാണ് ഇവർ. മറ്റുള്ളവർ ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും
അതിന് പുറകെ പോകുന്നവരല്ല ഇവർ. അതാണ് സാരം. എന്റെ ശൈലി വേണം എന്ന വാശിയുള്ളവരാണ് ഇവർ. മറ്റുള്ളവർ ചെയ്യുന്നതായ ആ കാര്യത്തിന് ആ സമയം വളരെയധികം പ്രാധാന്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ സ്വന്തമായി അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന വാശിയുള്ളവരാണ് ഇവർ. മറ്റുള്ളവരുടെ പേരിൽ അറിയപ്പെടാൻ ഇവർക്ക് താല്പര്യമില്ല എന്നതാണ് വാസ്തവം. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ, ഇവരുടെ ജീവിതത്തിൽ അത് എന്ത് തന്നെയാണ് എങ്കിലും മറ്റൊരു വ്യക്തി അഭിപ്രായവുമായി ചെന്നാൽ ഇവരത് വകവച്ച് കൊടുക്കുന്നവരല്ല എന്നതാണ് വാസ്തവം. അവരുടെ നാവിന്റെ ചൂട് അറിയുക തന്നെ ചെയ്യും. അതിൽ സ്വന്തമെന്നോ ബന്ധമെന്നോ നോട്ടമില്ല എന്ന കാര്യവും ഓർക്കുക. ഇവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നവരല്ല. അത്തരത്തിലുള്ള സമീപനം തിരിച്ച് മറ്റുള്ളവരും പുലർത്തണം എന്ന ചിന്ത ഉള്ളവരാണ് ഇവർ. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ വകവെച്ച് കൊടുക്കുന്നവരല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ വന്നു ചേരാം, എന്നാൽ അതിവർ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവരല്ല. കാരണം ആ കാര്യങ്ങളിൽ ഇവർക്ക് വ്യക്തമായ ചിന്താഗതി ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്നില്ല. തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാൽ അത് മറക്കുന്നവരല്ല ഇവർ എന്നതാണ് വാസ്തവം. ആ കാര്യം അനുവദിച്ച് നൽകില്ല എന്ന കാര്യവും ഓർക്കണം. അത്തരത്തിലൊരു കാര്യം ഏതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും അവർ അത് മറക്കില്ല. മരണം വരെ അത് മനസ്സിൽ സൂക്ഷിക്കും എന്നതാണ് ശിവഗണ നക്ഷത്രക്കാരുടെ പ്രത്യേകത. ഒരു കാര്യം അവർക്ക് വേണം എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ, ആഗ്രഹിക്കുകയാണ് എങ്കിൽ പിന്നീട് വിശ്രമം ഉണ്ടാകുന്നതല്ല. അത് നേടുവാൻ ഏതറ്റം വരെയും ഇവർ പോകും. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും അതവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. കാലതാമസം നേരിടാം, എന്നിരുന്നാലും അവർ അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. പരാജയങ്ങൾ ചില സമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പലവിധ തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം. ആ സമയങ്ങളിൽ ചില അവസരങ്ങളിൽ ഇവർ തളർന്നു എന്ന് വരാം. അതിന്റെ അർത്ഥം ഇവർ തോറ്റു എന്നല്ല. തീർച്ചയായും ഇവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അതിനുള്ള ശക്തി ഇവർക്കുണ്ട്. തിരിച്ചെഴുന്നേൽക്കുകയും എപ്രകാരം തോറ്റു അതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറി വിജയങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കും. കൂടെ നിന്ന് പലപ്പോഴും പല വ്യക്തികളും ഇവരെ ചതിച്ചു എന്ന് വരാം. അതിവർക്ക് വളരെ വിഷമങ്ങൾക്കും കാരണമാകാം. എന്നാൽ ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടം എന്ന് പരാമർശിക്കുന്നത് ഇവർ മനസ്സറിഞ്ഞ് ചില വ്യക്തികളെ സഹായിച്ചിട്ടുണ്ടാകാം. അവരുടെ ഏറ്റവും മോശമായ സമയത്ത് അവർക്കൊപ്പം ഇവർ നിലയുറപ്പിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ ഇവരിൽ നിന്നും തിരിച്ചടികളോ വിഷമങ്ങളോ പ്രതീക്ഷിക്കാത്തതായ ചില ദോഷകരമായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിക്കാം. അവരിൽ നിന്നും പാരവയ്പ് പോലും ഇവർക്ക് നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പലപ്പോഴും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇവർക്ക് എതിരാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത് പലവിധ തെറ്റിദ്ധാരണകളാലോ അല്ലെങ്കിൽ അസൂയയാലോ ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ്. പലപ്പോഴും ഇവർ ഉപകരിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തി തനിക്ക് എതിരാകും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ചില അവസരങ്ങളിൽ ഇവരെ സഹായിക്കുക. ഇവരുടെ മോശമായ സമയത്ത് ഒപ്പം നിൽക്കുകയും സഹായിച്ചു എന്നും വരാം. അതിനാൽ പലപ്പോഴും ഇവർക്ക് സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട വീഴ്ച വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നതാണ്. അതിനാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം പല വ്യക്തികളും ഉണ്ടായി എന്ന് വരാം. നല്ല സമയത്ത് ഒപ്പം നിൽക്കുകയും എന്നാൽ മോശം സമയത്ത് നിങ്ങളെ കൈയൊഴിയുന്നതായ ആ വ്യക്തികളെ നിങ്ങൾ പിന്നീടും സുഹൃത്തുക്കളായോ വേണ്ടപ്പെട്ടവരായോ ഒപ്പം നിർത്തുന്നതിൽ അർത്ഥമില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങൾക്ക് പലതവണ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഒപ്പം നിൽക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ആരെയും മുൻവിധിയോടെ തന്നെ സമീപിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ശിവഗണക്കാരുടെ പ്രത്യേകതകൾ, രഹസ്യങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ
അത് എന്ത് തന്നെയാണ് എങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പരമശിവനെ വന്ദിക്കൂ. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഇവർ പ്രത്യേകിച്ചും ശിവാരാധന മുടക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. പരമശിവനെ നിത്യവും നിങ്ങൾ വന്ദിക്കുക, ആരാധിക്കുക. സാധിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിത്യവും പഞ്ചാക്ഷരി ജപം മുടക്കാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ വേണം.